ഫ്രണ്ട്സ്, നിങ്ങളുടെ ഒരു വർഷത്തെ ഗോൾ വെറും 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ബട്ട് ഇത് തീർച്ചയായിട്ടും സാധിക്കും. എല്ലാ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ആളുകളും ഇതാണ് ചെയ്യുന്നത്. ഇതേപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരാൾക്ക് തൻ്റെ ലൈഫിനെ മാറ്റാൻ വെറും 3 മാസങ്ങൾ മാത്രം മതി എന്നുള്ളതാണ്. ഈ ഒരു 3 മാസം നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും. ഇനി ഏതെങ്കിലും സ്കില്ലിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു സ്കില്ലിൽ നിങ്ങളൊരു മാസ്റ്റർ ആകും. ഇതുപോലെ ഈ ഒരു 3 മാസം നിങ്ങളുടെ സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മാർക്സ് വർദ്ധിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഷോക്കിംഗ് ആയി തോന്നും. എന്നാൽ ഇതേപ്പറ്റി ഓതർ ബ്രെയിൻ മോറാൻ ലോകത്തിലെ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലായി. ഇതേപ്പറ്റി അദ്ദേഹം ഒരു ബുക്കും എഴുതി, ദ 12 വീക്ക് ഇയർ. ഒരുപാട് ആളുകൾ ഈ ഒരു ബുക്ക് വായിച്ച് അവരുടെ ലൈഫ് വെറും 3 മാസം കൊണ്ട് മാറ്റിയിട്ടുണ്ട്. സോ ഈ ഒരു ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാനുള്ള മുഴുവൻ ബ്ലൂ പ്രിൻറ്റും നിങ്ങൾക്ക് ലഭിക്കും. സോ ഇതിലൂടെ നിങ്ങളുടെ ഗോൾസിന് വേണ്ട പ്ലാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലും എൻഡിങ്ങിലും നമ്മുടെ പ്രോഡക്റ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. എന്നാൽ അതിനുശേഷം വരുന്ന മിഡിൽ ഫേസിൽ ഇത് വളരെ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ജനുവരി വന്നിട്ടുണ്ടെങ്കിൽ ചില ആഴ്ചകൾക്ക് നമ്മളുടെ പെർഫോമൻസ് ലെവൽ വളരെ ഹൈ ആയിരിക്കും. എല്ലാവർക്കും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യും. എന്നാൽ മെയ് ജൂൺ ആകുമ്പോഴേക്കും നമ്മളുടെ എല്ലാ മോട്ടിവേഷനും നഷ്ടപ്പെടും. ഇവിടെ വെച്ച് 90% ആളുകളും ക്വിറ്റ് ചെയ്യും. എന്നാൽ ഇയർ എൻഡിലോട്ട് അടുക്കും തോറും, അതായത് നവംബർ ആകുമ്പോൾ വീണ്ടും നമ്മുടെ പെർഫോമൻസ് ഹൈ ആകും. സോ ഈ 3 മാസം നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു വർഷത്തെ ഗോൾ വെറും 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു 12 വീക്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ 12 മാസം കൊണ്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതേപ്പറ്റി മനസ്സിലാക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഈ ഒരു 12 മന്ത് സിസ്റ്റം ഫെയിൽ ആകുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അതിനു മുന്നേ അടുത്ത 3 മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫിനെയും ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണം. നിങ്ങളിപ്പോഴുള്ള ക്യാരക്ടർ, പേഴ്സണാലിറ്റി ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അദ്ദേഹം നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ അദ്ദേഹം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്ങിനായിട്ടുള്ള കൗൺസിലിംഗ്, മറ്റ് ആക്ടിവിറ്റീസ് ഇതെല്ലാം നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു 2-3 മാസം നിങ്ങൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ടിന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ബാക്ക് ടു ദ ടോപ്പിക്. നമ്പർ 1, 12 മന്ത് സിസ്റ്റം ഈസ് അൺപ്രെഡിക്റ്റബിൾ. 12 മാസങ്ങൾക്കായിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ 12 മാസ കാലയളവിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. ഇതുകൊണ്ട് തന്നെ 12 മാസങ്ങൾക്കായിട്ടുള്ള പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ 3 മാസത്തേക്കുള്ള ഒരു ആക്യുറേറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ഇതിനായിട്ട് നമ്മളുടെ ഒരു വർഷത്തെ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യണം. ജനുവരി ടു മാർച്ച്, ഏപ്രിൽ ടു ജൂൺ, ജൂലൈ ടു സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ടു ഡിസംബർ. നമ്പർ 2, ലോസ് ഓഫ് ഫോക്കസ്. 12 മാസം ടൈം എന്നുള്ളത് വളരെ കൂടുതലാണ്. സോ നമുക്ക് തോന്നും ഒരുപാട് ടൈം നമുക്കുണ്ടെന്ന്. ഇതുകൊണ്ട് തന്നെ നമ്മളുടെ പ്ലാനിൽ നമുക്ക് ശരിയായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് വർഷത്തിൻ്റെ എൻഡിൽ ആ ഒരു ഡെഡ് ലൈൻ വരുമ്പോൾ അപ്പോൾ നമ്മൾ വീണ്ടും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ഗോൾ എപ്പോഴും 3 മാസത്തേക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഈ ഒരു 12 വീക്ക് സിസ്റ്റം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ 4 വർഷത്തെ ഗോൾ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഒരു വർഷത്തെ ഗോൾ വെറും 3 മാസം കൊണ്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു 12 വീക്ക് സിസ്റ്റത്തെ പറ്റി നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു 12 വീക്ക് സിസ്റ്റത്തിൽ 4 മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്പർ 1, വിഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിഷൻ ഒരു ഡ്രീമാണ്. ഇത് നിങ്ങളുടെ ഡ്രീമിൻ്റെ കൂടെ നിങ്ങളെ ഇമോഷണലി കണക്റ്റ് ആക്കി വയ്ക്കും. സ്വപ്നങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. എന്നാൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, അതിനായിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഡ്രീം നിങ്ങളുടെ വിഷനായിട്ട് മാറും. വിഷൻ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. നിങ്ങൾക്കിപ്പോൾ ആക്ഷൻ എടുക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വിഷൻ നിങ്ങളെ പുഷ് ചെയ്യും, വർക്ക് ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. വിഷൻ ഹൈ പെർഫോമൻസിനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. ഇലോൺ മസ്ക് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ലൈഫ് ഓൺ മാർസ് ആൻഡ് മേക്കിംഗ് ആൻ എർത്ത്
ഓൺ ബെറ്റർ പ്ലേസ് എന്നാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വിഷൻ ആൻഡ് ഡ്രീം മാത്രമല്ല, ഇത് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ പർപ്പസ് കൂടിയാണ്. ഇതിൻ്റെ മേലെ അദ്ദേഹം കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഗോളിൻ്റെ ആ ഒരു ക്ലിയർ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ആ ഒരു വിഷൻ നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസാക്കി മാറ്റുക. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ വർക്ക് ചെയ്യാൻ യാതൊരു മോട്ടിവേഷനും നിങ്ങൾക്ക് വേണ്ടി വരില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം അത് ചെയ്യാൻ സാധിക്കും. നമ്പർ 2, പ്ലാനിങ്. നിങ്ങളൊരു വിഷൻ സെറ്റ് ചെയ്തു, ബട്ട് നിങ്ങളിൽ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ചെന്നൈ ടു ബാംഗ്ലൂർ വരെ പോകണം, ബട്ട് നിങ്ങളുടെ കയ്യിൽ മാപ്പ് ഇല്ലെങ്കിൽ അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ സാധിച്ചെന്ന് വരില്ല. ഇനി നിങ്ങൾ എത്തിയാലും നിങ്ങൾ വളരെ ലേറ്റ് ആകും. 12 വീക്ക് എന്നുള്ളത് ഒരു വർഷത്തെ ടാർഗറ്റാണ്. ഒരു വർഷത്തെ ടാർഗറ്റ് വെറും 12 ആഴ്ചകൾ കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റഡീസ് പറയുന്നത് ആരൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നത് അവർ ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് 80% കൂടുതലാണ് എന്നുള്ളതാണ്. നമ്പർ 3, ബ്രെയിൻ മോറൻ പറയുന്നത് ഈ 3 മാസത്തിൽ നിങ്ങൾ 2 അല്ലെങ്കിൽ 3 ഗോൾ മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ പാടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കൂടുതൽ ഗോൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഡൗൺ ആകും. ഇനി നിങ്ങൾ 3 മാസത്തെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വീക്ക്ലി പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യണം ആൻഡ് എല്ലാ ദിവസവും ആക്ഷൻസ് എടുക്കണം. ഇതിനായിട്ട് സൺഡേയ്സിൽ നിങ്ങളുടെ ഒരാഴ്ചത്തേക്കുള്ള പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യും ആൻഡ് എന്തൊക്കെ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരാഴ്ച നിങ്ങൾ 30 മിനിറ്റ് റണ്ണിങ് ചെയ്യണം. ഇനി നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അപ്പോൾ ഓരോ ദിവസവും 5 ചാപ്റ്റർ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഡെയിലി റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതിനു പകരം ഒരാഴ്ചത്തേക്കുള്ള മുഴുവൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ആക്കാൻ ടൈം ബ്ലോക്കിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങളുടെ ടൈമിനെ മാനേജ് ചെയ്യാൻ. ഇലോൺ മസ്ക് ഒരുപാടധികം കമ്പനീസ് റൺ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ പ്രധാനമായ ഒരു സീക്രട്ട് ഈ ഒരു ടൈം ബ്ലോക്കിംഗ് ആണ് എന്നുള്ളതാണ്. ടൈം ബ്ലോക്കിംഗ് വളരെ സിമ്പിളാണ്. ടൈം ബ്ലോക്കിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെസിഫിക് ടൈം ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി നിങ്ങൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടൈമിൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്ത് ആ ഒരു ഒറ്റ വർക്കിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 11 മണി മുതൽ 2 മണി വരെ പഠിക്കണമെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങളുടെ സ്റ്റഡീസിലേക്ക് മാത്രമായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ടൈമിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഈ ഒരു ടൈമിനെ പെർഫോമൻസ് ടൈം എന്ന് പറയും. ആൻഡ് ഈ ഒരു പെർഫോമൻസ് ടൈമിന് 3 മെയിൻ പ്രൈമറി കമ്പോണൻസ് ഉണ്ട്. നമ്പർ 1, സ്ട്രാറ്റജിക് ബ്ലോക്ക്. ഇത് 3 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. ഇതിൽ നിങ്ങളുടെ ഫോക്കസ് ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ മേലെ മാത്രമായിരിക്കണം. ഈ ടൈമിൽ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല, ആരെയും മീറ്റ് ചെയ്യാനും പാടില്ല. അതായത് യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ നിങ്ങളുടെ മുഴുവൻ ഫോക്കസും ആ ഒരു ടാസ്കിലേക്ക് മാത്രമായിട്ട് നൽകണം. നമ്പർ 2, ബഫർ ബ്ലോക്ക്. ഇത് 30 മിനിറ്റ്സ് വരെ ആയിരിക്കും. ഇതിൽ നിങ്ങളുടെ എല്ലാ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സും ചെയ്യുക, ലൈക്ക് ഫോൺ കോൾസ്, സോഷ്യൽ മീഡിയ, ഇമെയിൽ എറ്റ്സെട്ര. നമ്പർ 3, ബ്രേക്ക്ഔട്ട് ബ്ലോക്ക്. ഈ ബ്ലോക്ക് 1 മണിക്കൂർ നീണ്ടു നിൽക്കും. ഇവിടെ നിങ്ങളെ റീഫ്രഷ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള എൻജോയ്മെൻ്റ് ആകാം, ബട്ട് ഈ ഒരു എൻജോയ്മെൻറ്റ് TV കാണുക, മൊബൈൽ സ്ക്രോൾ ചെയ്യുക ഇതായിരിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ പുറത്ത് പോകണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ കളിക്കാം. ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ്ഡ് ആൻഡ് കാമാക്കി മാറ്റുക. ഇനി ഈ ഒരു 12 ഇയർ വീക്കിലെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് മെഷർമെൻറ്റ്. നിങ്ങളുടെ പ്രോഗ്രസ് ഉറപ്പുവരുത്തും. നിങ്ങളുടെ ഒരാഴ്ചത്തെ മെഷർമെൻറ്റ് എടുക്കണം. അതായത് ആ ഒരാഴ്ച നിങ്ങൾ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആക്കി ആൻഡ് ഇനിയും എത്ര ബാക്കിയുണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പ്ലാൻ ചെയ്തത് ഈ ഒരു വീക്കിൽ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു വീക്കിൻ്റെ എൻഡിൽ ഞാൻ മെഷർ ചെയ്യും, ഞാൻ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തു, അതിനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു ആൻഡ് എന്തെങ്കിലും മിസ്റ്റേക്സ് എനിക്ക് സംഭവിച്ചോ എന്ന്. ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് ഞാൻ കൊണ്ടുവരണോ അതോ എല്ലാം കറക്റ്റായിട്ടാണോ പോകുന്നത് എന്ന്. ഇതുപോലെ ഒരു ക്ലിയർ വിഷൻ നിങ്ങളെ വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ മെഷർമെൻറ്റ് നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളെ ആക്ഷൻസ് എടുക്കാനും മോട്ടിവേറ്റ് ചെയ്യും. ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ വീക്ക്ലി പ്ലാൻസിൻ്റെ അറ്റ്ലീസ്റ്റ് 80% എങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ 60 to 70% വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പോയിന്റ് നമ്പർ 4, മൈൻഡ് സെറ്റ്.
മൈൻഡ് സെറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ മൈൻഡ് സെറ്റിലെ കമ്മിറ്റ്മെൻറ്റിനെ പറ്റി മാത്രമാണ് നോക്കാൻ പോകുന്നത്. ബിക്കോസ് റിസൾട്ടിനെ നമുക്ക് ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് നമ്മളുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് നമ്മളുടെ ഈ ഒരു 12 വീക്ക് ഇയറിൽ കമ്മിറ്റഡ് ആയിട്ടിരിക്കണം. അതിനുശേഷം ആക്ഷൻസ് എടുക്കണം. ഒരു പവർഫുൾ കമ്മിറ്റ്മെൻറ്റിന് 4 കീ പോയിൻറ്റ്സ് ഉണ്ട്. നമ്പർ 1, സ്ട്രോങ് ഡിസയർ. ഇതൊരു വിഷൻ പോലെയാണ്. നിങ്ങൾ കമ്മിറ്റ്മെൻറ്റോട് കൂടി ഇരിക്കാനുള്ള ആ ഒരു സ്ട്രോങ് റീസൺ ഇത് നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ആ ഒരു ഗോൾ നിങ്ങളുടെ പർപ്പസായിട്ട് മാറുകയാണെങ്കിൽ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിൽ താനെ ക്രിയേറ്റ് ആകും. നമ്പർ 2, കീ ആക്ഷൻസ്. നിങ്ങളൊരു കാര്യത്തോട് കമ്മിറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം അതിനായിട്ടുള്ള കീ സ്റ്റോൺ ആക്ഷൻസ് നിങ്ങൾ കണ്ടെത്തണം. സോ ഇതിലൂടെ നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മളുടെ ഗോൾസിലേക്ക് നമ്മളെ നയിക്കണമെന്നില്ല. കാരണം അതിനായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കീ സ്റ്റോൺ ആക്ഷൻസ് ഉണ്ടായിരിക്കും. അതുമാത്രമേ നമ്മളെ നമ്മളുടെ ഗോൾസിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ അപ്പോൾ റണ്ണിങ് ചെയ്യുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, കൂടുതൽ വെള്ളം കുടിക്കുന്നത്, ഇതാണ് അതിനായിട്ടുള്ള കീ സ്റ്റോൺ ആക്ഷൻസ്. ഇപ്പോൾ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള കീ സ്റ്റോൺ ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. നമ്പർ 3, കൗണ്ട് ദ കോസ്റ്റ്. ഓരോ കമ്മിറ്റ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ടി വിയിലും മൊബൈലിലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല, പാർട്ടിക്ക് പോകാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് മണിക്കൂറുകളോളം പഠിക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എക്സസൈസ് മാത്രം പോരാ, നിങ്ങൾ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തോട്ട്സ് വരാം, ഇന്ന് മനസ്സില്ല പിന്നെ ചെയ്യാമെന്ന്. ബട്ട് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാതെ നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങളുടെ വീക്ക്ലി ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്യണം. ഇതിനായിട്ടാണ് പോയിന്റ് നമ്പർ 4, ആക്ട് ഓൺ കമ്മിറ്റ്മെൻറ്റ് നോട്ട് ഓൺ ഫീലിംഗ്. നിങ്ങളുടെ ഫീലിങ്സിനെ മാറ്റി നിർത്തുക. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്സിൻ്റെ മേലെ ആക്ഷൻസ് എടുക്കുക. ഇതുപോലെ നിങ്ങളുടെ വീക്ക്ലി പ്ലാൻസിൻ്റെ മേലെ കമ്മിറ്റ്മെൻറ്റോട് കൂടി ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ 80% പ്ലാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ 12 വീക്ക് ഇയർ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് നൽകും. സോ ഫ്രണ്ട്സ്, ഇതാണ് 3 മാസത്തേക്കുള്ള പ്ലാൻ. നിങ്ങൾ 2 അല്ലെങ്കിൽ 3 ഗോൾ സെറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ മേലെ കമ്മിറ്റ്മെൻറ്റോട് കൂടി വർക്ക് ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.